അതിനൊരു കാരണം വേറെ ഒന്നുമില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, അതിലെ കള്ളപ്പണം, കള്ളപ്പണം, ഞാൻ ആ വാർത്ത വെറും പണമല്ല, കള്ളപ്പണത്തിന്റെ ഇതായിട്ടാണ് ഈ ക്രിസ്ത്യൻ വലിയ വലിയ മഹാസ്ഥാപനങ്ങൾ ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ യേശുവിന്റെ തടയിട്ടുകൊണ്ട് ഈ CBIയെയും EDയെയും മറ്റും അത് തടയാൻ കഴിയുകയില്ല. ആ ഭയത്തിൽ നിന്നാണ്. അത് ഭൂമിയിലെ, സ്വർഗത്തിലല്ല, ഭൂമിയിലെ സ്വത്തിനെ സംരക്ഷിക്കാൻ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കും സവർണ സഭകൾക്കും അവർക്കത് ചെയ്യാതെ കഴിയില്ല. കാരണം സ്ഥാപനങ്ങൾ അത്ര വലുതാണ്, ഭീമമായ സ്ഥാപനങ്ങളാണ്, സാമ്രാജ്യങ്ങളാണ്, ചെറിയ സാമ്രാജ്യങ്ങളാണ്. ആ സാമ്രാജ്യം ഒരു വ്യത്യാസമുണ്ട് ഇതിന് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സർക്കാരിനെ ഇതുപോലെ ഭയക്കുന്നില്ല. സെന്റ് സ്റ്റീഫൻസ് കോളേജിന് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ MN കാരശ്ശേരിയുടെ മകന് കിട്ടും. കാര്യം എന്താ വെച്ചാൽ അവിടെ ക്യാപിറ്റേഷൻ ഫീ 50 ലക്ഷവും 1 കോടിയും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് MN കാരശ്ശേരിയുടെ മകൻ നമ്മുടെ മലയാളികൾ പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നു. അതാണ് ഈ നോർത്ത് ഇന്ത്യൻ സഭകൾക്ക്, കത്തോലിക്കരാണെങ്കിലും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആണെങ്കിലും, അവർ ഇതുപോലുള്ള അത്യാർത്ഥികൾ വളരെ കുറച്ച് ഇടങ്ങളിലെ കാണിക്കാറുള്ളൂ. പക്ഷേ നാട്ടിലെ എനിക്ക് തോന്നുന്നേ ഇത് നാട്ടിലെ ക്രിസ്ത്യൻ സഭകളുടെ അഹങ്കാരമാണ്. അത് എന്തും ചെയ്ത് പണമുണ്ടാക്കി അതിൽ അഹങ്കാരം തന്നെയാണ്. അതിന് കൊടുക്കേണ്ട ഒരു വിലയാണ് അവർ ഇന്ന് കാണിക്കുന്നത്. ഈ ഭയവും ഈ ദാസ്യവും ഫാസിസത്തോടുള്ള കേരളത്തിലെ സവർണ സഭകളുടെ ഭയത്തിനും ദാസ്യത്തിനും അടിസ്ഥാനം അവരുടെ ലൗകികമായ സ്വത്ത് സമ്പാദനമാണ്. ഇത് ഓരോ നല്ല ക്രിസ്ത്യാനിക്കും കേരളത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വടക്കേ ഇന്ത്യയിലെ മറ്റ് സഭകളിലെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് അവരുടെ കാര്യമല്ല എന്ന മട്ടിൽ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെപ്പോഴും പറയുമല്ലോ, ഈ പറയുന്നത് നമ്മളുടെ സഭയല്ലല്ലോ ചെയ്യുന്നത്, അവന്മാരുണ്ടാക്കുന്ന കുഴപ്പമാണ്. ആരാണ്? പാസ്റ്റർമാരുണ്ടാക്കുന്ന കുഴപ്പമാണ്, ഇവാഞ്ചലിക്കൽ സഭകൾ ഉണ്ടാക്കുന്ന കുഴപ്പമാണ്, അവർ ആവശ്യമില്ലാതെ കൺവേർഷൻ നടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സവർണ സഭാ മേധാവികൾ ഉള്ളിലും അവരുടെ ചർച്ചിനുള്ളിലും അവരുടെ അടുപ്പക്കാരോടും പറയുന്നത്. ഈ മുഖമാണ് അവർ RSSന് കാണിക്കുന്നത്. എന്നിട്ടും അത് പരസ്യമായിട്ട് പമ്പ്ളാനി തന്നെ പറഞ്ഞതാണ്, റബ്ബർ വില കൂട്ടിയാൽ കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭ MP തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തലശ്ശേരിയിൽ വെച്ച് പറഞ്ഞ അതേ പമ്പ്ളാനിയാണ് ഇപ്പോൾ പറയുന്നത്, എറണാകുളത്ത് പറയുന്നത് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയില്ല. ഇതൊരു ക്രിസ്തുവിന് നിരക്കുന്ന, അത് ആധ്യാത്മികതയ്ക്ക് നിരക്കുന്ന, മതത്തിന് നിരക്കുന്ന ഒരു നിലപാടാണ്. അത്ര അധാർമികമായ നിലപാടല്ലേ ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്? കാപട്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ BJPയുടെ വാക്കുകളിൽ വിശ്വാസം പ്രഖ്യാപിക്കുക. സമയം അതൊക്കെ നിൽക്കുന്നുണ്ട്, നമ്മൾ സംഹരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് സർ. ഒന്ന്, ഈ ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ന് ഇത്രയും കൊട്ടിഘോഷിച്ച് അവർ ചെയ്യുമ്പോൾ, അത് എല്ലാ വർഷവും ഇപ്പം കണക്കെടുക്കുമ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് പല ദളിത് ആക്ടിവിസ്റ്റുകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 814 അട്രോസിറ്റീസ് ആണ് ഓൾ ഇന്ത്യയിലെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഡോക്യുമെന്റ് ചെയ്തേക്കുന്നത്. അതായത് എല്ലാ വർഷവും ഒരു 10 വർഷമായി 100ന്റെ സംഖ്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇൻസിഡൻസ്. അതിന് ഇതിനൊരു തിരിച്ചടി വരുന്നത് നമ്മളുടെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നാണ്. അത് എൻ്റെ അടുത്ത് ഇത് വളരെ കൃത്യമായി പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് പെട്ടെന്ന് എന്നെ വിളിച്ച് ചോദിച്ചിട്ട്, ചെറിയൻ ഈ താരിഫും മറ്റും സംഘടന ഒക്കെ ക്രിസ്ത്യൻ അട്രോസിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല, താങ്കൾ എന്താണത് പറയാൻ കാരണം? ഇപ്പം പുള്ളി പറഞ്ഞത്, ഗ്രഹാം സ്റ്റെയിൻ്റെ മർഡറിന് ശേഷം, കൊലപാതകത്തിന് ശേഷം, അന്ന് വാജ്പേയിജി ഭരിക്കുമ്പോൾ അമേരിക്ക ഇന്ത്യക്ക് സാറ്റലൈറ്റ് ഇമേജറി തരുന്നത് നിർത്തി. ഇത് സർക്കാർ തമ്മിൽ ഡീപ് സ്റ്റേറ്റ് തമ്മിലുള്ള അറേഞ്ച്മെന്റ്, അത് നിർത്തി, 6 മാസത്തേക്ക് നിർത്തി. അത് പാകിസ്ഥാനും അറിയായിരുന്നു. അങ്ങനെയാണ് നുഴഞ്ഞുകയറ്റം നടക്കുകയും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുകയും ഒക്കെ ചെയ്തത്. അപ്പൊ ഇത് ചെയ്യുന്നത്
അവർ പരസ്യമായി പറഞ്ഞുകൊണ്ടല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അസസ്മെന്റ് ടാരിഫ് 50% ട്രംപ് അവിടെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം, അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ട്രംപിന് ഒരു ഇവാഞ്ചലിക്കൽ അഡ്വൈസർ ഉണ്ട് വൈറ്റ് ഹൗസിൽ ഇപ്പോൾ. നേരത്തെ അതൊരു ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലീജിയസ് അഫയേഴ്സിൽ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ട്രംപിന് വൈറ്റ് ഹൗസിൽ ഒരു ഇവാഞ്ചലിക്കൽ അഡ്വൈസർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ജോലി, അവരുടെ ആ ഗ്രൂപ്പിന്റെ ജോലി ഇതുപോലെ ഒന്ന് മനസ്സിലാക്കണം, ട്രംപ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ബെൽറ്റിന്റെ ആളാണ് അമേരിക്കയിലെ. അദ്ദേഹത്തിന് ഇതൊക്കെ വളരെ വളരെ കൃത്യമായി റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിനുള്ള അഡ്വൈസർ അവരുടെ രീതിയിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ബെൽറ്റിന്റെ രീതിയിലുള്ള അഡ്വൈസ് നോക്കുന്നത്. അതായത് നമ്മളുടെ ഇവിടുത്തെ പാസ്റ്റർമാരെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുടെ അഡ്വൈസാണ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, നിങ്ങളെ ഇന്ത്യ ഒന്ന് പെരുമാറിക്കോണം. പക്ഷെ അവരൊരിക്കലും അത് തുറന്നു പറയത്തില്ലല്ലോ. ഈ ഒരു സംഗതി കാര്യം ഈ ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ സക്കറിയ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മണ്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നത്. അത് ഒരു പുതിയ കാര്യമല്ല. ഈ പുത്തൻ പള്ളികളെ, പുത്തൻ സഭകളെ ഒക്കെ സഹായിക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഫണ്ടിങ് വളരെ 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 അറിയുന്നതാണ്. ഇപ്പൊ അത്തരം ഫണ്ടിങ്ങുകളിൽ കൈവച്ചുകൊണ്ട് RSSന് ഇവരെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് പുതിയത്. പണ്ടും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സഭകളുടെ, ഇപ്പൊ ആർക്കും ഒരു സഭ തുടങ്ങാമല്ലോ, നമുക്കറിയാമല്ലോ കേരളത്തിൽ എങ്ങനെയാണ്. അല്ല, അത് മാത്രമല്ല, ഇതൊക്കെ ഇന്ത്യയോടുള്ള മനോഭാവം, അവരുടെ മനോഭാവം. അതെ, അവരുടെ മനോഭാവം. ഇതുവരെ മുസ്ലിങ്ങളെ നിങ്ങൾ BJP ടാർഗറ്റ് ചെയ്തുള്ളൂ, ഇപ്പം ക്രിസ്ത്യാനികളും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ അവരുടെ കണ്ണിൽ, അവരുടെ ജനാധിപത്യത്തിന്റെ ഡെമോക്രാറ്റിക് പോയിന്റ്സില് അവരെ നമ്മളെ ഡൗൺഗ്രേഡ് ചെയ്യാണ്. പിന്നെ അതാണ്. അതെ, തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. താങ്കൾ പറഞ്ഞ പോലെ ട്രംപിന്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ബേസ് ഈ പറയുന്ന എവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ റൈറ്റ് വിങ് ആണ്. എന്നാൽ അതേസമയം അത് ജൂതവിരുദ്ധവുമല്ല, അതും വളരെ 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 സങ്കീർണമാണ്. അത് ജൂതന്മാരായ സയോണിസ്റ്റുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ക്രിസ്ത്യൻ വലതുപക്ഷമാണ് ട്രംപിന്റേത്. വളരെ 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 കോക്ടെയിലാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവര് ചെയ്യുന്ന പ്രവൃത്തി ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ല, ഞാൻ പറയുന്നത് ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്തുകൊണ്ട് 50% ടാരിഫ് ഇതുവരെ കുറഞ്ഞിട്ടില്ല? ഇങ്ങനെയുള്ള ഒരു തീർച്ചയായിട്ടും അത് ജിയോ പൊളിറ്റിക്സിന്റെ ഭൗമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള RSSന്റെ ക്രിസ്ത്യൻ വിരുദ്ധതയുടെ പല മാനങ്ങളിൽ ഒന്നാണ് അതിന്റെ അന്തർദേശീയ ബന്ധങ്ങൾ. ഇനി അതൊന്നും പോകേണ്ട. RSSനെ സംബന്ധിച്ചിടത്തോളം അവർ സോണിയാഗാന്ധിയെ ഇന്ത്യയിൽ ഇത്ര കാലം അവതരിപ്പിച്ചിരുന്നത് ഇറ്റാലിയൻ ക്രിസ്ത്യാനിറ്റിയുടെ മാനോ എന്ന സ്ത്രീ, ക്രിസ്ത്യൻ സ്ത്രീ എന്നാണ്. പടിഞ്ഞാറൻ ക്രിസ്ത്യൻ ഇറ്റാലിക്കരി മദാമ എന്ന് പറയുമ്പോൾ അതിന്റെ വിവക്ഷ ഇന്ത്യക്കാരി അല്ലാത്ത ഒരു ക്രിസ്ത്യൻ വനിത എന്നാണ് ഇന്നും അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നമ്മുടെ തിരുമേനിമാർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയാത്തതുള്ളൂ. അത് RSSനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വിരുദ്ധത അതിന്റെ ജീനിൽപ്പെട്ടതാണ്. അതാണ് ഗോൾവാക്കർ പച്ചക്ക് എഴുതിയത്. പിന്നെ മൂന്നാമതൊരു പ്രശ്നം കൂടി വന്നു. വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ഭയപ്പെടുന്ന ഒരു RSS ആണിത്. അതാണ് മെക്കോളയുടെ കുട്ടികളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. മെക്കോളയുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് കേരളത്തിൽ ക്രിസ്ത്യാനി ഉണ്ടായത്? അപ്പൊ ഇത്തരത്തിൽ ഭാഷാപരമായും സാംസ്കാരികമായും തീർത്തും ക്രിസ്ത്യൻ വിരുദ്ധമായ, മറ്റു മതങ്ങൾക്ക് വിരുദ്ധമായ, വത്തിക്കാനിൽ കേന്ദ്രമെന്ന് പറയുന്ന അല്ലെങ്കിൽ മെക്കയിൽ കേന്ദ്രമെന്ന് പറയുന്ന ഈ മതങ്ങൾക്കെതിരായിട്ടുള്ള RSSന്റെ തനിനിറമാണ് അധികാരത്തിൽ വന്ന ശേഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നികൃഷ്ടമായി ഞാൻ ഇന്ന് കേട്ട വാർത്ത ജബൽപൂരിൽ നിന്നാണ്. അതായത് കണ്ണും കാണാത്ത, അന്ധരായ, ചെവി കേൾക്കാത്ത, ബധിരരായ കുട്ടികളെ, 200 കുട്ടികളെ ഒരു പാസ്റ്റർ ക്രിസ്തുമസിന് വിളിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ കണ്ണു കാണാത്ത ഒരു സ്ത്രീ ആ കുട്ടികളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ BJPയുടെ അവിടുത്തെ
അധ്യക്ഷ വൈസ് പ്രസിഡന്റ് ആ ജബൽപൂരിലെ അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ഒരു സംഘ് പരിവാർ സ്ത്രീ വന്ന് ആ സ്ത്രീയെ മർദ്ദിക്കുകയാണ്. നിങ്ങൾ ഇവിടെ എന്തിനാണ് കൂടിയിരിക്കുന്നത്? കണ്ണും കാതും കേൾക്കാത്ത ചെറുപ്പക്കാരായ കുട്ടികൾക്ക് പാസ്റ്റർ ക്രിസ്തുമസ് ഭക്ഷണം ഒരുക്കുന്നു. ആ ഭക്ഷണം ഒരുക്കുന്നതിന് ആ കുട്ടികളെ കൊണ്ടുവന്ന് ആ ഒരു സ്ത്രീയോട്, അവർക്കും കണ്ണു കാണാൻ വയ്യ, അവരെ അടിക്കുക. ഇതാണ് ജബൽപൂരിൽ ഇന്നലെ നടന്ന സംഭവം. അത് ശനിയാഴ്ചയാണെന്ന്. അപ്പൊ എന്റെ കൂട്ടുകാരോ എനിക്കൊന്ന് ഇന്ന് വയറിന് അതിന്റെ റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് അത് കേരളത്തിലെ തിരുമേനിമാർ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അവർക്ക് ക്രിസ്ത്യാനിക്ക് വേണ്ട മനസ്സുണ്ടോ? ദൈവത്തിന്റെ മക്കളോടുള്ള കൂറുണ്ടോ? ഇത് ചോദിക്കാൻ കേരളത്തിലെ ക്രിസ്ത്യൻ ലൈറ്റി അല്ലെങ്കിൽ ആത്മീയക്കാർ എപ്പോൾ തയ്യാറാകുമോ അപ്പോൾ മാത്രമേ ഈ സ്വത്തിന്റെ മേൽ അടയിരിക്കുന്ന ക്രിസ്ത്യൻ സഭകൾക്ക് RSSന്റെ ഭയം നഷ്ടപ്പെടുകയും യഥാർത്ഥ ക്രിസ്ത്യാനികളെ പോലെ, അതായത് യേശുവിനെ പോലെ, മഹാരാജാവായ ക്രിസ്ത്യാനിയല്ല, യേശു പാവങ്ങൾക്ക് വേണ്ടി കുരിശിലേറിയ യേശുവിന്റെ പള്ളിയായി കേരളത്തിലെ സവർണ പള്ളികൾക്ക് മാറുവാൻ കഴിയുകയുള്ളൂ. അതാണ് കേരളത്തിനെ സംബന്ധിച്ചുള്ള അതാണ് വളരെ കീ ആയിട്ടുള്ളത്. അതായത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കള്ളപ്പണം നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയായി ചർച്ച മാറിയിട്ടുണ്ടെങ്കിൽ അത് നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഇത് ഫോറിൻ ഫണ്ടിങ് കൊണ്ട് ചർച്ചകൾ നടത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും നിർത്തേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ RSSകാരുടെ വിടുപണി ചെയ്യേണ്ട, ഭാവിയിൽ അവർക്ക് വേണ്ടി വിടുപണി ചെയ്യേണ്ട വെറും കൂലിപ്പട്ടാളമായി മാറേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ചെറിയാൻ ഈ കുഞ്ഞാടുകളെ ബലി കൊടുക്കേണ്ടിയും വരും. അതും മനസ്സിലാക്കണം. തിരുമേനിമാർക്കെതിരായി അക്രമം ഉണ്ടാവാൻ വഴിയില്ല അരമനകളിൽ. പക്ഷേ ക്രിസ്ത്യാനി എന്ന് വഴിയിൽ പോകുന്ന, എനിക്കറിയാം, ഡൽഹിയിൽ താമസിക്കുന്ന എന്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് INA മാർക്കറ്റിൽ പോയി ബീഫ് മേടിക്കാൻ ഭയമാണ്. എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന വീട്ടിൽ ബീഫും വയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? അവരെല്ലാം ഓർത്തഡോക്സിൽ സഭയുടെയും യാക്കോബൈറ്റ് സഭയുടെയും ഇവിടുത്തെ നമ്മുടെ സിറിയൻ ക്രിസ്ത്യാനി സഭയിലെ അംഗങ്ങളാണ്, നഴ്സുമാരാണ്, ഡോക്ടർമാരാണ്. അവർക്ക് ബീഫ് കഴിക്കാൻ കഴിയാത്ത ഡൽഹിയിൽ ഈ തിരുമേനിമാർ പോയി മോഡിക്കും ഷായ്ക്കും ഒപ്പം ഇരുന്ന് തൊട്ടുകൂടായ്മ ഇല്ല എന്ന് പറയുന്നതിന്റെ അക്രിസ്തീയത, അതിന്റെ മൂല്യരാഹിത്യം, അതാണ് മലയാളികൾ ഇവരെ പഠിപ്പിക്കേണ്ടത്. അല്ല, അത് പഠിക്കുന്നില്ല എന്നുള്ള ഒരു ലേറ്റസ്റ്റ് ഉദാഹരണമാണ് കൊച്ചിയിൽ നടന്നത്. ലാറ്റിൻ ക്രിസ്ത്യൻ വരാപ്പുഴയിലെ സഭകൾ കൂടി പറയുവാണ്, ഈ പ്രാവശ്യം ഒരു ലാറ്റിൻ ക്രിസ്ത്യൻ ആയിരിക്കണം മേയർ എന്ന് കോൺഗ്രസിനോട് ഓപ്പണായിട്ട് പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ രാഷ്ട്രീയ മണ്ഡലത്തിലും ഈ സഭകൾക്കും ഈ അച്ഛന്മാർക്കും ഈ നേതാക്കന്മാർക്കും ഇല്ല എന്ന് പറയണം ഇന്നത്തെ സിറ്റുവേഷനിൽ. വളരെ ശരിയാണ്. നോർത്ത് ഇന്ത്യയിലെ നാളെ മുതൽ പറയുന്നതാണ്, കേരളത്തിൽ സഭയാണ് തീരുമാനിക്കുന്ന കോൺഗ്രസിന്റെ മേയർ ആരായിരിക്കണം എന്നത് അവർ പറയുന്നത്. അതെ ശരിയാണ്. അത് ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ അനുവദിക്കണം. ഇന്ന് കോൺഗ്രസിനകത്തെ ആരാണ് മേയർ എന്ന് തീരുമാനിക്കുന്ന ലത്തീൻ സഭ, നാളെ BJP ആണ് കൊച്ചിയിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ മേയറെ കൊടുത്താൽ ആ BJPക്ക് കീഴടങ്ങുന്ന സഭയായിരിക്കും കേരളത്തിൽ, കൊച്ചിയിൽ. അത് മനസ്സിലാക്കണം. ഇതിന്റെ മറുവശം, നാളെ BJP ആണ് തൃശ്ശൂർ അധികാരം വരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു മേയറെ തന്നാൽ മതി, നിങ്ങൾ ഇഷ്ടം പോലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആക്രമിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ തൊടാതിരുന്നാൽ മതി, നിങ്ങൾ എന്ത് പുലയ ക്രിസ്ത്യാനികളെയും പറയ ക്രിസ്ത്യാനികളെയും ആക്രമിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രം എന്ന് ഞാൻ പറയാൻ ഭയപ്പെടുന്നു. ദൈവശാസ്ത്രമല്ല എന്ന ഭൗതിക ശാസ്ത്രം, ഈ പറയുന്ന വളരെ സാറ്റനിക് ശാസ്ത്രം, എന്താ പറയുന്നത്, സത്താന്റെ ശാസ്ത്രമാണ്. പണത്തിന്റെ അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്തുമസിന്റെ എന്റെ സന്ദേശം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കുമുള്ള ഈ 2025 സന്ദേശം, ദയവായി RSSനെ
അതിന്റെ മാരീച രൂപത്തിൽ തിരിച്ചറിയുക, അതിനെതിരായി ക്രിസ്തീയമായ നിലപാടുകൾ എടുക്കുക. അത്തരത്തിലുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോപ്പ് കാണിച്ച അബദ്ധം ഇനി ഇന്ത്യയിൽ കാണിക്കാതിരിക്കുക. ഇത് മാത്രമാണ് നമുക്ക് ബഹുമാനപ്പെട്ട തിരുമേനിമാരോടും അൽമയാക്കളും ക്രിസ്ത്യൻ സുഹൃത്തുക്കളോടും ഈ ക്രിസ്തുമസിന് പറയാനുള്ളത്. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് സൺഡേ സ്കൂളിലൊക്കെ പോയെന്ന് ഒരു ക്രിസ്ത്യാനി എന്നിവരെ പറയും, യേശു പഠിപ്പിച്ചത് നല്ല മനുഷ്യനാകാനല്ലോ, നല്ല ക്രിസ്ത്യാനിയാകാനല്ല, നല്ല മനുഷ്യനാകുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അങ്ങനെയുള്ള വാല്യൂസിലാണ് യേശു ഊന്നൽ കൊടുത്തത്. അല്ലാതെ സ്കൂൾ നടത്താനും പൈസ ഉണ്ടാക്കാനും ബാക്കിയുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ മേടിച്ചു കൊടുക്കാനല്ല എന്ന് നമ്മുടെ സഭകൾ മനസ്സിലാക്കുന്നത് അവർക്ക് നല്ലത്, ക്രിസ്ത്യൻ സമൂഹത്തിനും നല്ലത്, രാജ്യത്തിനും നല്ലത് എന്നേ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നു. നന്ദി ചിത്രി.